ശരീരം ഒരു ജിം ബോഡിയാക്കാൻ ഇഷ്ടമല്ലാത്ത മനുഷ്യർ വളരെ അപൂർവമായിരിക്കും. എന്നാൽ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടി നന്നായി അധ്വാനിക്കണം. ദിവസവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. മാത്രമല്ല അതിനോടൊപ്പം ഭക്ഷണവും മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിലും ഇതെല്ലാം ചെയ്ത് ശരീരം വേറെ ലെവലാക്കുന്ന ചില മനുഷ്യരുണ്ട്. എന്നാൽ മറുവശത്ത് വേറെ ചില മനുഷ്യരുണ്ട്. അവർക്ക് അധ്വാനിക്കാനുള്ള മടിയാണ്. എന്നാൽ മസിൽസ് എല്ലാം വേണം താനും. അപ്പോൾ അവർ സ്റ്റിറോയിഡ്സിന്റെ എല്ലാം സഹായം തേടും. എന്നാൽ അതുകൊണ്ട് മസിൽസ് എല്ലാം വരുമെങ്കിലും ചിലർക്കൊക്കെ പണി കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പണി കിട്ടിയ ഏതാനും ചില ബോഡി ബിൽഡേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളെ മാത്രമല്ല ഏവരെയും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10 കറിൽ ടെറീഷൻ. ഈ ഒരു മനുഷ്യൻ അത്യാവശ്യം ഫേമസ് ആണ്. കാരണം ഇദ്ദേഹത്തിന് വിചിത്രമായ മസിൽസ് ഉണ്ട്. റഷ്യക്കാരനായി ഇയാൾ അറിയപ്പെട്ടിരുന്നത് ബസൂക്ക ആംസ് എന്നാണ്. എന്നാൽ നമുക്ക് ഇയാളെ കണ്ടാൽ ഫേമസ് കാർട്ടൂൺ ക്യാരക്ടറായ പപ്പായിയെ പോലെ തോന്നും. പപ്പായി ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആണെങ്കിൽ ഇദ്ദേഹം ഒറിജിനൽ ക്യാരക്ടർ ആണ്. ഇനി എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും വലിയ മസിൽസ് കിട്ടിയത് എന്നല്ലേ? സംഭവം സ്റ്റിറോയിഡ് ഒന്നുമല്ല. അദ്ദേഹം പെട്രോളിയം ഓയിൽ മസിൽസിൽ ഇഞ്ചക്ട് ചെയ്താണ് ഇത്രയും വലിയ മസിൽസ് ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഇങ്ങനെ ചെയ്തത് മൂലം അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ട്രൈസെപ്സ് മസിൽസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 1.5 കിലോയായിരുന്നു അദ്ദേഹത്തിന്റെ മസിൽസിന്റെ ഭാരം. പിന്നീട് ഡോക്ടേഴ്സിന്റെ ശക്തമായ ട്രീറ്റ്മെന്റ് വഴി അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എങ്കിലും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനല്ല. നമ്പർ 9 കെന്നി ഓനീൽ. കൈറൽ ടെറീഷനെ പോലെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് തങ്ങളുടെ ശരീരത്തിൽ സിന്തോൾ അഥവാ പെട്രോളിയം ഓയിൽ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. സംഭവം നല്ല മസിൽസ് ഒക്കെ ആവുമെങ്കിലും ഭൂരിഭാഗം പേർക്കും പണി കിട്ടാറുണ്ട്. ചിലർക്ക് നെർവ് ഡാമേജ് വരെ സംഭവിച്ചിട്ടുണ്ട്. ചിലർ ജീവിതകാലം മുഴുവൻ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. കനേഡിയൻ ബോഡി ബിൽഡറായ കെന്നി ഓനീലിനെ കണ്ടാൽ വിചിത്രമായ ഒരു ബോഡി ഷേപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. ഇദ്ദേഹത്തിന്റെ ഷോൾഡർ നമുക്ക് കാണാനേ കഴിയില്ല. എന്നാൽ ഇദ്ദേഹം ഒരു തരത്തിലുള്ള സിന്തോളും യൂസ് ചെയ്തിട്ടില്ല. വിചിത്രമായ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്. നമ്പർ 8 എഡ്വേർഡ് ഗുവേർഡ്. ഇനി ഇപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും പ്രോപ്പർ ട്രെയിനിങ്ങും ഒരു നല്ല ട്രെയിനറും നമുക്ക് അത്യാവശ്യമാണ്. കുറച്ചു കാലം മുമ്പ് മരണമടഞ്ഞ എഡ്വേർഡ് ഗുവേർഡിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഏകദേശം 15 വർഷമാണ് ഇയാൾ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല സ്റ്റിറോയിഡിന്റെ ഉപയോഗം കൂടുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ അഡിക്ഷനും കൂടി വന്നു. ഒരു ദിവസം പോലും സ്റ്റിറോയിഡ് എടുക്കാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല സ്റ്റിറോയിഡിന്റെ അമിതമായ ഉപയോഗം മൂലം ശക്തമായ മാനസിക പിരിമുറുക്കവും അദ്ദേഹം അനുഭവിച്ചിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. നമ്പർ 7 ടോണി ഗെറാൾഡോ ആൻഡ് അൽവാരോ പെരേറ. ബ്രസീലിലുള്ള ഈ 2 സഹോദരങ്ങളെ ഹൾക്ക് എന്നും കാനൻ എന്നുമാണ് അറിയപ്പെടുന്നത്. കാരണം ഇവരുടെ മസ്കുലർ ബോഡി ആരെയും ഇംപ്രസ് ചെയ്യും. ഏകദേശം 10 സെന്റിമീറ്റർ ആണ് ഇരുവരുടെയും ബൈസെപ്സിന്റെ വലിപ്പം. സിന്തോളാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നാണ് മെജോറിറ്റി ആളുകളുടെയും അഭിപ്രായം. കാരണം ഇവരുടെ ബൈസെപ്സിന്റെ വലിപ്പം സാധാരണ ബോഡി ബിൽഡേഴ്സിനേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ്. എന്നാൽ അവർ സിന്തോളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അവർ സ്റ്റിറോയിഡ് ആണത്ര യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം ബാലൻസ്ഡ് ഡയറ്റും ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. 1 ഡസൻ പഴവും 6 കോഴിമുട്ടയുമാണ് ഒറ്റ സമയത്തെ ഇവരുടെ ഭക്ഷണം. 2 പേർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്പർ 6 ടൈലർ ജാക്സൺ. ഈ ഒരു മനുഷ്യനെ കണ്ടാൽ എന്തു പ്രായം തോന്നും? കുറഞ്ഞാൽ ഒരു 20 വയസ്സ് കാണുമല്ലേ? എന്നാൽ ടൈലർ ജാക്സൺ എന്ന ഈ പയ്യന്റെ പ്രായം വെറും 15 വയസ്സാണ്. തന്റെ ശരീരം കാണാൻ ഒരു ഭംഗിയില്ലാത്ത കാരണമാണ് ടൈലർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ല. അങ്ങനെ അവൻ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്റ്റിറോയിഡിന്റെ എഫക്റ്റ് മൂലം അവന്റെ ശരീരം മസ്കുലറായി മാറി. സ്റ്റിറോയിഡിനോടൊപ്പം അത്യാവശ്യം വർക്കൗട്ടും ടൈലർ ചെയ്യുന്നുണ്ട്. നമ്പർ 5 ബ്രാഡ് കാസ്ബറി. പേരുകേട്ട ഒരു ഫുട്ബോൾ താരമായിരുന്നു ബ്രാഡ് കാസ്ബറി. എന്നാൽ തന്റെ ഫുട്ബോൾ കരിയർ അവസാനിച്ചെങ്കിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ബോഡി ബിൽഡിങ്ങും ട്രെയിനിങ്ങുമായി മുന്നോട്ട് പോയി. എന്നാൽ എന്താണ് ഇയാളെ മറ്റുള്ള ബോഡി ബിൽഡേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നല്ലേ? ഒരു ദിവസം ഇദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 300 കിലോ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ലോകത്തിലെ നമ്പർ 1 വെയ്റ്റ് ലിഫ്റ്റർക്ക് പോലും ഇത്രയും ഭാരം ഉയർത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹം ഇതുവരെ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ താല്പര്യവും കാണിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആളുകളും പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന വെയ്റ്റ് പ്ലേറ്റ്സ് എല്ലാം ഫേക്ക് ആണ് എന്നാണ്. നമ്പർ 4 സജാദ് ഗരീബി. എല്ലാ രാജ്യത്തും പേരുകേട്ട ഒരു ബോഡി ബിൽഡറോ ഒരു റെസ്ലറോ ഉണ്ടായിരിക്കും. സജാദ് ഗരീബി ഒരു ഇറാൻകാരനാണ്. മാത്രമല്ല അയാൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സുമുണ്ട്. ദിവസവും 10 തവണ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഇതുവരെ ആർട്ടിഫിഷ്യലായി ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ബൈസെപ്സും ഷോൾഡറും കണ്ടാൽ ചെറിയ സംശയം തോന്നും. എന്തായാലും സംഭവം പിന്നീട് പുറത്തു വന്നു. അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം എഡിറ്റഡ് ആയിരുന്നു. നമ്പർ 3 ഗാർലിയാന ബർബോസ. പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ബോഡി ബിൽഡിംഗ് മേഖലയിൽ സജീവമാണ്. അത്തരത്തിലുള്ള ഒരു ബോഡി ബിൽഡറാണ് ബ്രസീലുകാരിയായ ഗാർലിയാന ബർബോസ. എന്നാൽ ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ ആരായാലും അമ്പരക്കും. കാരണം 225 കിലോയൊക്കെയാണ് വളരെ കൂളായി ഇവർ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയധികം ഭാരം ലിഫ്റ്റ് ചെയ്തിട്ടും അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല വിയർക്കുക കൂടെ ചെയ്തിട്ടില്ല. 225 കിലോയൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സേഫ്റ്റി വേണം. എന്നാൽ ഇവിടെ അവർ അതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തായാലും ആളുകൾക്ക് സംശയം ഇവർ ഉപയോഗിക്കുന്നത് തെർമാക്കോളിന്റെ പ്ലേറ്റ് ആണോ എന്നാണ്. സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. നമ്പർ 2 ജസ്റ്റിൻ ജെഡ്ലിയ. ജസ്റ്റിൻ ജെഡ്ലിയെ കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് ടോയ് ആണെന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം തന്റെ ശരീരം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു മോഡലാവാൻ 6 പാക്ക് എല്ലാം വേണ്ടേ? എന്നാൽ അതൊക്കെ വരുത്താൻ ഒരുപാട് കഷ്ടപ്പാടാണ്. എന്നാൽ പ്ലാസ്റ്റിക് സർജറി വഴി ഏത് മനുഷ്യനും 6 പാക്ക് ആക്കുവാൻ കഴിയും. അത്തരത്തിൽ സർജറി ചെയ്ത് ജസ്റ്റിൻ 6 പാക്ക് ആക്കിയിട്ടുണ്ട്. ഏകദേശം 512 സർജറികളാണ് ഒരു മോഡലാവാൻ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനേകദേശം $56,000 ഇദ്ദേഹം ചിലവാക്കി. ജസ്റ്റിൻ ഒരു കില്ലാടി തന്നെ. നമ്പർ 1 റൊമേരിയ ഡെസോണ്ടസെൽവസ്. ചില മനുഷ്യർ എത്ര വർക്കൗട്ട് ചെയ്താലും അവർ വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയില്ല. ചെറുപ്പം മുതലേ ശക്തമായ ട്രെയിനിങ് എടുത്ത വ്യക്തിയായിരുന്നു റൊമേരിയോ. അതിനൊന്നുമില്ല, തനിക്കൊരു ഹൾക്കിനെ പോലെയാകണം എന്നായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇഞ്ചക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് ശക്തമായ ആരോഗ്യ പ്രശ്നം വരുമെന്ന് ഡോക്ടേഴ്സ് ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്തായാലും കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ഇഞ്ചക്ഷൻ നിർത്തി. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ബൈസെപ്സും ഷോൾഡറും വേറെ ഒരു ഷേപ്പായി മാറി. അപ്പോൾ സ്റ്റിറോയിഡ് മൂലം പണി കിട്ടിയ ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ജിമ്മിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ശരീരത്തിന് നല്ലതാണ്. എന്നാൽ സിന്തോൾ, സ്റ്റിറോയിഡ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. കേരളത്തിലെ ചില ജിമ്മുകളിലും രഹസ്യമായും സ്റ്റിറോയിഡ് വിൽക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചതികളിൽ പെടാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.